എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ആ ഒരു പാട്ടിൽ നമ്മൾ സോഴ്സ് എന്താണ്, മീഡിയം എന്താണ്, റിസീവർ എന്താണ് എന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതിൽ മീഡിയവും റിസീവറും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും, സോഴ്സും ഇതൊന്നും എപ്പോഴും കോൺസ്റ്റൻ്റ് ആവത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് നമ്മളൊരു എക്സ്പെരിമെൻ്റ് നോക്കി. എന്താണ് എക്സ്പെരിമെൻ്റ് പറയുന്നത്? നമ്മളൊരു സ്ട്രിങ് ഇങ്ങനെ വലിച്ചു പിടിച്ചു, എന്നിട്ട് അതിലിങ്ങനെ ഒന്ന് കൊട്ടു കൊടുത്തു. അപ്പം ഇത് കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പഠിച്ചു, ശരിയല്ലേ? ഇനി അതിൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾസാണ് നമ്മൾ നോക്കിയത്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കുക? നമുക്ക് നോക്കാം. ഒരു എൻറ്റയർ ഇൻസ്ട്രുമെൻറ്റ്സ് തന്നെ നമുക്ക് പറയാം, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. നോക്കാം ഏതൊക്കെയാണ് അതിൽ ലിസ്റ്റ് വരുന്നത്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇമേജസ്. ഓക്കെ, ആരൊക്കെ ഇവിടെ ഉള്ളത്? അതാണ്ട് ഈ കാണുന്നതെല്ലാം, അതാണ്ട് ഇതിൽ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും എന്തൊക്കെയാണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറിയാണ്. വയലിൻ സ്ട്രിങ്ഡ് ആണ്, വലിച്ചു നീട്ടിയേക്കുക. സെല്ലോ എന്ന് വെച്ചാൽ വയലിൻ്റെ ഒരു വലിയൊരു സാധനം, ഏതാണ്ട് ഒരു നമ്മുടെ ഒരു നമ്മുടെ തന്നെ ഏതാണ്ട് അത്രയും തന്നെ ഒക്കെ പൊക്കം കാണും, സെല്ലോ എന്നൊക്കെ പറയുന്ന ഡിവൈസ്. ഗിത്താർ സ്ട്രിങ്ഡ് ആണ്. ഹാർപ്പ്. ഓക്കെ, ഈ ഹാർപ്പ് എന്ന് വെച്ചാൽ പണ്ട് ഗ്രീക്കിലൊക്കെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഡിവൈസാണ്. ഇപ്പം ഒന്നും അധികം ആൾക്കാർ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതൊക്കെ എന്താണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻസിൻ്റെ എക്സാമ്പിൾസാണ്. ഇതൊക്കെ ഈ പറഞ്ഞ സെയിം ടെക്നിക്കാണ്. എന്താ? സ്ട്രിങ്ങിനെ നല്ല ടൈറ്റായിട്ട് വലിച്ചു നീട്ടുന്നു, എന്നിട്ട് ഇതിനെ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുന്നു. അപ്പം ഇതിൽ പക്ഷേ സൗണ്ടുകൾ വ്യത്യാസം. ഇപ്പോൾ വയലിൻ എടുത്തു കഴിഞ്ഞാൽ സൗണ്ടുകൾ ഡിഫറെൻ്റാണ്. എന്തുകൊണ്ടാണ്? അതാ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രിങ്ങിൻ്റെ ആ തിക്നെസ്സിനെയൊക്കെ ബാധിക്കും. ഇപ്പം ഒരു വയലിൻ എടുത്തു കഴിഞ്ഞാൽ വേണ്ടേ 4 സ്ട്രിങ് അതിനുള്ള. ഒന്നിത് ലെഫ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും ഇതിന്. ഞാൻ പേര് മറന്നുപോയി. എ എ ബി സി ഡി എന്നോ അങ്ങനെ എന്തോ ഇതിനെ പറയുന്നത്. എ സ്ട്രിങ് കൃത്യം എനിക്ക് ഓർമ്മയില്ല. ബി സ്ട്രിങ്, സി സ്ട്രിങ്, ഡി സ്ട്രിങ്. ഓക്കെ, സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 4 സ്ട്രിങ്ങുകൾ കാണും. 4 അപ്പോൾ അതിൽ ഒന്നാമത്തേന് കണ്ടോ, കട്ടി കുറവാണോ? കുറവാണ്. സോ ഇതിൽ നമ്മൾ വൈബ്രേറ്റ്, ഇതെല്ലാം ഒരേപോലെ വെച്ചേക്കുന്നത്. ഇനി ഈ വെച്ചേക്കുന്ന ടൈറ്റ്നെസ്സിനും വ്യത്യാസമുണ്ട്. എത്ര നല്ലോണം ടൈറ്റാണ്, എത്ര ലൂസായിട്ടാണ് വെച്ചേക്കുന്നത്. ആ ടൈറ്റ്നെസ്സിലും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. വയലിൻ്റെ എന്ത് ചെയ്യും, ഒരു വയലിൻ ദാണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊരു സാധനം കാണാവോ? ഇവിടെ ദാണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ ഇത് പിടിച്ച് കെട്ടിയേക്കുക. കണ്ടോ ഈ ഒരു സാധനം കണ്ടോ? ഇവിടെ ഇങ്ങനെ ഒരു നോബ് പോലെ ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കുന്ന കണ്ടോ? 1 2 3 4 4 നോബുകൾ. ഈ നോബ് നമുക്ക് പിടിച്ച് തിരിച്ചാൽ ഈ വയലിൻ്റെ ടൈറ്റ്നെസ്, സ്ട്രിങ്ങിൻ്റെ ടൈറ്റും ലൂസും ഒക്കെ ആക്കാൻ പറ്റും, ഇത് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഇതിൻ്റെ എന്താ പറയുക, ടൈറ്റ്നസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം കുറഞ്ഞ ടൈറ്റ്നസ് ആണെങ്കിൽ ഇതിൽ വായിച്ചാൽ ഒരു സൗണ്ട് ആയിരിക്കും, കൂടിയ ടൈറ്റ്നസ് ആണെങ്കിൽ മറ്റൊരു സൗണ്ട് ആയിരിക്കും. സോ സൗണ്ട് മാറിക്കൊണ്ടേ ഇരിക്കും. ഇനി രണ്ടാമത്തെ ഒരു ഫാക്ടറാണ്, ഇതിൽ സൗണ്ട് കേൾക്കുന്നതാണ് ഇതിൻ്റെ തിക്നെസ്. കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം ഒരേ തിക്നെസ് ആണോ? അല്ല. ഇവിടെ ആദ്യത്തെ സ്ട്രിങ്ങിന് തിക്നെസ് കുറവാണ്, കുറച്ചുകൂടെ കൂടുതലാണ് ബിക്ക്, കുറച്ചുകൂടെ കൂടുതലാണ് സിക്ക്, കുറച്ചുകൂടെ കൂടുതലാണ് ഡിക്ക്. അപ്പോൾ തിക്നെസ് കുറവുള്ളതിൽ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല ഹൈ വോളിയത്തിലൊക്കെയുള്ള സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കീ എന്നൊരു സൗണ്ട് ആയിരിക്കും, ഇതിൽ കുറച്ചുകൂടെ കട്ടി കൊടുക്കും. കീ കീ. ഇവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം എന്താ പറയുക, മറ്റേ ഈ ട്രെയിനിൻ്റെയും ഷിപ്പിൻ്റെയൊക്കെ ഹോൺ പോലെ എന്ന് പറഞ്ഞൊരു വല്ലാത്തൊരു സൗണ്ടായിരിക്കും ഈ ഒരു കട്ടി കൂടി ഏറ്റവും അവസാനത്തെ സ്ട്രിങ്ങിൽ. അതുകൊണ്ട് ഈ നോക്കിയാലും അതുകൊണ്ട് ഇങ്ങനെ ഈ റൈറ്റ് അറ്റത്തെ സ്ട്രിങ് ആയിരിക്കും ഏറ്റവും കട്ടി കുറവാണ്. റൈറ്റ് അറ്റത്തെ വയലിനെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് ലെഫ്റ്റിലത്തെ ഇത്തിരിയുടെ കട്ടി, തൊട്ട് ലെഫ്റ്റിലത്തെ ഇത്തിരിയുടെ കട്ടി, ലെഫ്റ്റ് മോസ്റ്റ് ആണ് ഏറ്റവും കട്ടിയുള്ളത്. ആ പടമാണ് നമ്മളിവിടെ വരച്ചേക്കുന്നത്. സോ ഇവിടെ സ്ട്രിങ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ എന്താണ്? സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് പ്രൊഡ്യൂസസ് സൗണ്ട്. സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റിന് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ട്. സൗണ്ട് എന്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവിടെ സൗണ്ട് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് വൈബ്രേഷൻ. സ്ട്രിങ് ഇൻസ്ട്രുമെൻറ്റ് വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രീവിയസ് എക്സ്പെരിമെൻ്റ് ചെയ്ത് നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. അല്ലെങ്കിൽ വൈബ്രേഷൻ എന്ത് ചെയ്യും? വൈബ്രേഷൻ റബ്ബറിന് ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കേസിൽ പറഞ്ഞത് വൈബ്രേഷൻസ് ഓഫ് സ്ട്രിങ്, സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ജസ്റ്റ് സ്ട്രിങ് എന്ന് പറയരുത്, സ്ട്രെച്ച്ഡ് സ്ട്രിങ് അങ്ങനെ കൂടി പറയണം. വൈബ്രേഷൻസ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്, സ്ട്രെച്ച് ചെയ്ത് പിടിച്ചേക്കുന്നത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്സ്. വൈബ്രേഷൻസ് ഓഫ് സ്ട്രെച്ച്ഡ് സ്ട്രിങ്
പ്രൊഡ്യൂസസ് സൗണ്ട്. സ്ട്രെച്ചഡ് സ്ട്രിങ്ങിന് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവും കാര്യങ്ങളുമുണ്ട്. അതാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ശരി. അങ്ങനെയെങ്കിൽ ഒറ്റ സെക്കൻഡേ. ഓക്കെ ഓക്കെ. സോ അത് ക്ലിയറായി. ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ് നമുക്ക് കണ്ടക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ എക്സ്പെരിമെൻറ്റ് ടു എന്താണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? നമുക്ക് അതാണ്ട് ഇങ്ങനെ രണ്ട് സ്ട്രക്ചറുണ്ട്. സോ ഇവിടെ ഒരു സൈഡ്, ഇവിടെ നമ്മളൊരു വയറിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത്, നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെ ഒരു വയറിനെ സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ പിടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ ഒരു ചെറിയൊരു പേപ്പർ ക്ലിപ്പ് ഇങ്ങനെ വെച്ചു. ഓക്കെ, എന്നിട്ട് ഇതിനെ പിടിച്ച് ഇങ്ങനെ താഴെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് വിടുക. എന്താ ചെയ്തേ? ഇങ്ങനെ ഒരു സ്ട്രിങ്ങിനെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പിടിച്ചു. എന്നിട്ട് ഇവിടെ ആയിട്ട് ഇതെന്താ, ഒരു പേപ്പർ ക്ലിപ്പാണ്, ഒരു പേപ്പർ പീസോ എന്തെങ്കിലും, ഒരു പേപ്പർ പീസാണ്. ഒരു പേപ്പർ പീസ് ഞാനിങ്ങനെ വെച്ചു. എന്നിട്ട് ഈ സ്ട്രിങ്ങിനെ പതുക്കെ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ വിടുന്നു. അപ്പോൾ വിടുന്ന സമയത്ത് ഇതും എന്ത് ചെയ്യും? ഇതുപോലെ ഇങ്ങനെ ആകും. ചിലപ്പം അത് ഉരുണ്ട് താഴെ വീഴുകയും ചെയ്യും. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിങ്ങനെ ആക്കും. അപ്പം ഇതിൻ്റെ ഈ വൈബ്രേഷനും കാര്യങ്ങളും കൊണ്ട് ഈ സ്ട്രിങ് എന്ത് ചെയ്യും? താഴെ ഉരുണ്ട് വീഴും. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മൂവ്മെൻറ്റ് കാണിക്കുക, ഈ ഒരു വൈബ്രേഷൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് കാണിക്കാനാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തേക്കുന്നത്. എങ്ങനെയാണത് മൂവ് ചെയ്യുന്നത് എന്ന് കാണിക്കാനായിട്ട്. വലിയ കാര്യമൊന്നുമില്ല. ഇനി അടുത്തൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. അത് പിന്നെയും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാകും. സോ മൂന്നാമത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബോബുണ്ട്. സോ ഇതൊരു ഹോൾഡറാണ്. ഇവിടെ ഇങ്ങനെ അത് ഹോൾഡ് ചെയ്ത് വെക്കും. ഇവിടെ നിന്നും താഴോട്ട് ഇങ്ങനെ ഒരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് ഒരു ബോബുണ്ട്. എന്തായത്? ഇറ്റ്സ് എ ബോബ്. ഓക്കെ, സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് നമുക്ക് ഇവിടെ ഒരു ബോബ് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ താഴെയായിട്ട് നമ്മൾ വേറൊരു സ്ട്രക്ചർ കൊണ്ട് വെക്കുക. ഇതാണ് ഇവിടുത്തെ സ്ട്രക്ചർ. ഇനി ഇതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ട്യൂണിങ് ഫോർക്ക്, എന്താണെന്നറിയാമല്ലോ ട്യൂണിങ് ഫോർക്ക്? കണ്ടുണ്ടല്ലോ, ഇങ്ങനൊരു ട്യൂണിങ് ഫോർക്ക് ഞാനിങ്ങനെ കൊണ്ടുവച്ചു. ഓക്കെ, ഇനി ഈ ട്യൂണിങ് ഫോർക്കിനെ ഞാനൊരു വലിയൊരു ഹാമർ വെച്ച്, ഓക്കെ ഇതൊരു ഹാമറാണേ, യൂസ് ചെയ്യാം. ഇങ്ങനൊരു ഹാമർ വെച്ച് ഞാൻ ഈ ട്യൂണിങ് ഫോർക്കിനെ ഇങ്ങനെ അടിച്ചു. ഓക്കെ, ഇതൊരു ഹാമറാണ്. സോ ഹാമർ വെച്ച് അടിച്ചു. അപ്പോൾ എന്താ പരിപാടി? ഞാൻ ആദ്യം എന്ത് ചെയ്തു? ഒരു പെൻഡുലം അല്ലെങ്കിൽ ഒരു ബോബിൽ ഇങ്ങനെ ഒരു പെൻഡുലം പോലെ ഇങ്ങനെ തൂക്കിയിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടുത്തൊരു, എന്താണ് ഇത്? ട്യൂണിങ് ഫോർക്ക്. എല്ലാം ഇങ്ങനെ എഴുതി വെച്ച്, ഇത് ട്യൂണിങ് ഫോർക്കാണ്, ഇത് ട്യൂണിങ് ഫോർക്കാണ്. ഇതെന്താണ്? ഇതൊരു ഹാമറാണ്. ഇതെന്താണ്? ഇത് മറ്റേ ആ പെൻഡുലത്തിൻ്റെ ബോബാണ്, ബോബ് ഓഫ് പെൻഡുലമാണ്. ആൻഡ് ഇങ്ങനെയാണ് സ്ട്രക്ചർ. ഇനി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ ഹാമർ വെച്ച് ഈ ഒരു ട്യൂണിങ് ഫോർക്കിനെ ഇങ്ങനെ അടിച്ചു. ട്യൂണിങ് ഫോർക്കിനെ ഹാമർ വെച്ച് അടിക്കുക. നമുക്ക് ഇങ്ങോട്ട് നോക്കാം അവിടുത്തെ പ്രോസസ്സ് എന്താണെന്നുള്ളത്. ഓക്കെ, സോ അഗെയിൻ എൻ്റെ ട്യൂണിങ് ഫോർക്ക് ഇതാണ്, നമ്മുടെ കയ്യിരിക്കുന്ന ട്യൂണിങ് ഫോർക്ക് എന്ന് പറയുന്നത്. ഈ ട്യൂണിങ് ഫോർക്കിനെയാണ് നമ്മൾ എന്ത് വെച്ചടിച്ചത്? ഹാമർ വെച്ച് ഇങ്ങനെ അടിച്ചത്, ടോ എന്ന് പറഞ്ഞ് അടി കൊടുത്തത്. ഇങ്ങനെ അടിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ട്യൂണിങ് ഫോർക്ക് കിടന്ന് വൈബ്രേറ്റ് ചെയ്യും തന്നെ. അതിൻ്റെ വൈബ്രേഷനാണ്, വേണമെങ്കിൽ നമുക്കിങ്ങനെ ഡോട്ടഡ് ലൈൻ വെച്ച് ഇങ്ങനെ കാണിക്കാം. സോ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ട്യൂണിങ് ഫോർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഇങ്ങനെ ആടും. കേട്ടോ, മനസ്സിലായോ എന്താ ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെൻറ്റ് ചെയ്തതെന്ന്? സോ ഇങ്ങനെ ട്യൂണിങ് ഫോർക്ക് കിടന്ന് ഇതും കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, ഇതും കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. സോ ഇങ്ങനെ കിടന്ന് ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വൈബ്രേറ്റ് മാത്രമല്ല, എന്താ ചെയ്യുന്നത്? സൗണ്ടിനെയും ജനറേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? സൗണ്ട് എനർജി ഇങ്ങനെ വെളിയിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, കാരണം വൈബ്രേറ്റ് ചെയ്യുന്ന എപ്പോഴെങ്കിലും ട്യൂണിങ് ഫോർക്കിന് ഹാമർ വെച്ച് അടിച്ചിട്ട് ചെവിയിൽ ഇങ്ങനെ വെച്ച് നോക്കണം, കീന്നും പറഞ്ഞ ഒരു സൗണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താണ്? ഇറ്റ് മീൻസ് ഓൺലി വൺ തിങ്, ദാറ്റ് ട്യൂണിങ് ഫോർക്ക് പ്രൊഡ്യൂസസ് സൗണ്ട്. ട്യൂണിങ് ഫോർക്ക് സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് നമുക്ക് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ട്യൂണിങ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ എന്തിനെയുണ്ട്? പ്രൊഡ്യൂസസ് സൗണ്ട് എനർജിയെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് സംഭവം ട്യൂണിങ് ഫോർക്കിനെ അടിച്ചാറുള്ളത്. ഇനി ഇതേ പരിപാടി നമ്മൾ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ദാണ്ട് ഈ ബോബിൻ്റെ അടുത്ത് കൊണ്ടിങ്ങനെ വെച്ചു. ഇനി എന്താണ് സംഭവിക്കുന്നത്? ഇനി നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദാണ്ട് ഈ ബോബ് അനങ്ങുന്നതായിട്ട് കാണാം. ഓക്കെ, ഇതിപ്പോൾ ആദ്യം ഇവിടെ അല്ലായിരുന്നോ? ഇനി കുറച്ച് കഴിയുമ്പം ഈ ബോബ് ഇവിടെ നിന്നും ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന്, അതായത് ഇങ്ങനെ പോകുന്നു. എന്നിട്ട് അവിടുന്ന് പിന്നെ തിരിച്ച് ദാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇങ്ങനെ
വരുന്നു, ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യുന്നു. എപ്പം വരെ? ഈ ട്യൂണിംഗ് ഫോർക്ക് അനങ്ങുന്നിടം വരെ ഈ ബോബ് ഇങ്ങനെ കിടന്ന് മൂവ് ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് ബോബ് മൂവ് ചെയ്യുന്നു? അതിൻ്റെ റീസണാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സൗണ്ട് വേവ്സും കാര്യങ്ങളും. ആ സൗണ്ട് വേവ്സ് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ എനർജിയുടെ ഇമ്പാക്റ്റ് കാരണമാണ് ഈ ഒരു ബോബ് വന്നിട്ട് ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇങ്ങനെ ആടിക്കൊണ്ടേ ഇരിക്കുന്നത്. ഇനി ഈ ആട്ടം എവിടെ വരെ കാണും, അല്ലെങ്കിൽ എപ്പം വരെ കാണും? എപ്പം ട്യൂണിംഗ് ഫോർക്കിൻ്റെ വൈബ്രേഷൻ നിൽക്കുന്നുവോ, അതായത് ട്യൂണിംഗ് ഫോർക്ക് ഇങ്ങനെയല്ലേ, ഇതിങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യല്ലേ, കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും? ഈ വൈബ്രേഷൻ സ്ലോ ആവും. സ്ലോ ആയി നേരെ പഴയ അവസ്ഥയിൽ തന്നെ അത് വരും. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ സൗണ്ട് എനർജി? ഇല്ല, അത് സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ ആ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ, നമ്മൾ അതിനെ പറയുന്ന ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്യുന്ന ആ ഒരു ടൈമിൽ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരും എന്താ പറ്റും? ഇവരും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മോഷൻ നിൽക്കും. സോ അവരും എന്ത് ചെയ്യും? സ്റ്റേഷനറി പൊസിഷനിൽ അവിടെ തന്നെ ഇങ്ങനെ വന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്നങ്ങ് നിൽക്കും. മാറ്റമോ അല്ലെങ്കിൽ പൊക്കോ ഒന്നും വരവോ ഒന്നും ഉണ്ടാകത്തില്ല. സോ ഇതിൽ നിന്ന് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, ഒരു ട്യൂണിംഗ് ഫോർക്കിനും എന്തിനെ ഉള്ള പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്? ഒരു സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ വൈബ്രേറ്റിംഗ് tuning fork a vibrating tuning fork produces എന്ത്? സൗണ്ട്. ഒരു സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഒരു ട്യൂണിംഗ് ഫോർക്കിനുണ്ട് എന്ന് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ശരിയല്ലേ? ഇനി മറ്റൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം. നമുക്ക് വേറെ ഏതിലാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്? അടുത്തൊരു എക്സ്പെരിമെൻറ്റ്, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഡിവൈസാണ്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് സെക്കൻഡ്. എന്തായി കാണുന്നത്? ഇതെല്ലാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇവിടെ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഇതിന് ഓരോന്നിനും ഒരു എന്താ പറയുക, ഒരു മെംബ്രെയിൻ പോലെ ഉണ്ടല്ലേ. ഇതിൻ്റെ ഉള്ളിൽ വേക്കണ്ട. ഈ ഒരു ഡ്രം എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് മൊത്തം എയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു പുറമേ ആളുള്ള ഒരു മെംബ്രെയിനിൽ നമ്മളിങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ടപ് 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 എന്ന് പറഞ്ഞ് നല്ല സൗണ്ട് ഈ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലുള്ള എയർ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. ആൻഡ് ആ ഒരു വൈബ്രേഷൻ എന്ത് ചെയ്യും? വെളിയിലേക്ക് സൗണ്ട് വേവ്സിനെ വെളിയിലേക്ക് അയക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല വൃത്തിക്ക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പം അതാണ് മറ്റൊരു കാറ്റഗറി. എന്താണ് ഈ പറയുന്ന? ഡ്രംസ്. നമ്മൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വൈബ്രേറ്റിംഗ് ഡ്രംസ് produces സൗണ്ട്. ഓക്കെ, വൈബ്രേറ്റിംഗ് ഡ്രംസ് പ്രൊഡ്യൂസ് സൗണ്ട്. ഡ്രമ്മുകൾ നമ്മൾ ഈ മറ്റേ അതിന് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും ഉണ്ടല്ലോ, എന്ത് ഇവിടെ കൊടുത്തിട്ടില്ലേ? അതന്നെ ഇത്. ഈ സ്റ്റിക്ക് വെച്ച് നമ്മളിങ്ങനെ അടിക്കുന്ന സമയത്ത് ഡ്രമ്മിൽ അടിക്കുമ്പോൾ ആ ഒരു സൗണ്ടും കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യം. ഇനി അടുത്തൊരു എക്സ്പെരിമെൻ്റ് കൂടെ ഉണ്ട്. ഒറ്റ സെക്കൻഡ്. എവിടെ? ഓക്കെ, രണ്ടാമത്തെ കാറ്റഗറിയാണ് അതാണ്ട് ഇത്. എക്സ്പെരിമെൻറ്റ് 5 എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സിത്താർ അറിയോ എന്താണെന്ന്? സിത്താർ എന്ന് വെച്ചാൽ വായിക്കാൻ വളരെയധികം പാടുള്ള ഒരു ഡിവൈസാണ് സിത്താർ എന്ന് പറയുന്നത്. ഓക്കെ, സോ സിത്താറിലും ഇതേ പരിപാടി. സിത്താർ ആക്ച്വലി സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റാണ്, നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാറ്റഗറിയിൽ പെടുന്നതാണ്. വീണ പോലെ ഇരിക്കും കണ്ടാൽ. വീണയല്ല, ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്. ഇങ്ങനെ ഒരു കുടം പോലെ താഴെ കാണും. ഇതിങ്ങനെ വരും ഇങ്ങനെ. പിന്നെ ഇവിടെ എല്ലാം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതിനെയാണ് സിത്താർ എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം സ്ട്രിങ്സ് ആട്ടോ. ഇവിടെ എല്ലാം ഇങ്ങനെ മേളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ സ്ട്രിങ്ങും കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ട്രിങ് എല്ലാം കൂടി ഇവിടെ ഇങ്ങനെ ഒരു പോയിന്റിൽ വന്നിങ്ങനെ പൊട്ടും. ഈ കാണുന്നതിനെയാണ് സിത്താർ എന്ന് പറയുന്നത്. ദിസ് ഇസ് സിത്താർ. ഓക്കെ, ഇതും സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, നേരത്തെ പറഞ്ഞ അതേ കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇനി വേറൊരാളെ പറയാം, വിസിൽ. ഓക്കെ, വിസിൽ എന്താ? വിസിൽ അറിയാമല്ലോ, നമ്മൾ ആ സൗണ്ട് ഉണ്ടാക്കുന്ന വിസിലും എന്ത് ചെയ്യാം? ആക്ച്വലി ഒരു സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? വിസിലിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണ്? വിസിലിൻ്റെ ഫംഗ്ഷൻ, സപ്പോസ് ഞാനൊരു വിസിൽ വരയ്ക്കുക, ഇതുപോലൊന്നും അല്ല ഇരിക്കുന്നത് അറിയാം, എങ്കിലും ഒരു കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നോക്കുക. ഇങ്ങനെ ഏതാണ്ട് ഒരു ഷേപ്പൊക്കെയാണ് വിസിലെന്ന് പറയുന്നത്. നമ്മളിവിടെ ആയിട്ട് ഇങ്ങനെ ഇട്ട് ഊതുകയൊക്കെ ചെയ്യും. ഓക്കെ, ഈ ഒരു ഷേപ്പ് ആണെന്ന് അസ്യൂം ചെയ്തു അല്ലെങ്കിലും. സോ ഇങ്ങനെയാണ് വിസിലിരിക്കുന്നത്. നമ്മളിപ്പം ഊതുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കുറച്ച്
ഒരു ചേമ്പർ പോലെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് എയർ കിടന്ന് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതെന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? വെളിയിലോട്ട് സൗണ്ട് വേവ്സിനെ ഇങ്ങനെ എല്ലാ ഡയറക്ഷനിലും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവിടെയും ആ വൈബ്രേഷനാണ്, അകത്തെ ആ എയറിൻ്റെ ഒക്കെ ആ വൈബ്രേഷനാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? സൗണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെയും എന്താണ്? അപ്പം ആ വൈബ്രേറ്റിംഗ് ബോഡിയാണ് ഇവിടെ വിസിൽ എന്ന് പറയുന്നതാണ് സോഴ്സ് ആകുന്നത്. എയർ ആണ് വേറെ കളറിൽ യൂസ് ചെയ്യുക. ഇവിടെ വിസിൽ എന്ന് പറയുന്നതാണ് സോഴ്സ്, എയർ എന്ന് പറയുന്നതാണ് മീഡിയം. നമ്മൾ നമ്മളാണ്, ഹ്യൂമനാണ് എന്ത്? റിസീവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ഇവിടുത്തെ കേസിൽ അങ്ങനെയാണ് നമുക്ക് ആ ഒരു എക്സാമ്പിളും കാര്യങ്ങളും നോക്കാനായിട്ട് സാധിക്കുന്നത്.